ഹലോ ഗൈസ്, മല്ലൂട്ടൊക്കെയാണ്. ഓക്കെ, ഈ വാർത്ത എത്ര ആൾക്കാർ കണ്ടു എന്നല്ലേ? അതായത് കൊച്ചി കോർപ്പറേഷൻ മുൻ കൗൺസിലർ ഗ്രേസി ജോസഫിനെ മകൻ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ഓക്കെ, പോലീസുകാർ പറയുന്നത് മകൻ ലഹരിക്ക് അടിമയാണെന്നാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്താ പറയുക, കൊച്ചിയിലാണ് സംഭവം നടന്നത്. ഓക്കെ, അപ്പോൾ കൊച്ചി എന്നല്ല, ഇപ്പം എല്ലാ സ്ഥലവും ഈ പറഞ്ഞ പോലെ ലഹരിക്ക് നിങ്ങൾക്ക് അടിമയാണ്, അറിയാലോ. അപ്പോൾ എന്താ പറയുക, ലഹരി ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം അമ്മേനെ വരെ കുത്തിപ്പരിക്കേൽപ്പിക്കാനുള്ള നിലയിലോട്ട് മക്കൾക്ക് ഇത് വരുന്നുണ്ട്. മക്കൾ ചിന്തിച്ചു തുടങ്ങി, അല്ലെങ്കിൽ ചിന്തിച്ചു തുടങ്ങിയെന്നല്ല, മക്കൾക്ക് അങ്ങനെ ഒരു ഇത് വരുന്ന പ്രതികാര ശേഷിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പൈസ ചോദിച്ചു കാണും, അപ്പോൾ കൊടുക്കാത്തതാവും, പറയാൻ പറ്റില്ല എന്താണ് ഇഷ്യൂ എന്നുള്ളത്. പക്ഷേ ഈ ലഹരി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ യുവാക്കളിൽ ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ വരെ ഇപ്പോൾ ലഹരി യൂസ് ചെയ്ത് എത്ര പെൺകുട്ടികളാണ് ഇപ്പോൾ ലഹരി കടത്തുന്നതിനും ഉപയോഗിക്കുന്നതിനൊക്കെ പിടിക്കണത്. അപ്പോൾ നമ്മളത് സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നാട്ടിൽ. ഞാൻ മനസ്സിലാക്കാത്തുള്ളത് ഇതുവരെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടൊന്നും ഇല്ലാതെ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ലഹരി നാട്ടിൽ കിട്ടൂല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റില്ല. പക്ഷെ ഗവൺമെൻറ് ഒരു ഇതും എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ശക്തമായൊരു നിയമം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല, എടുത്തിട്ടില്ല. അതായത് ഒരു 5 ഗ്രാം കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അവന് ജാമ്യം കൊടുക്കുന്ന വകുപ്പാണ്. MDMA ആണെങ്കിൽ 5 ഗ്രാം കുറവാണെങ്കിൽ ജാമ്യം കിട്ടും, കഞ്ചാവാണെങ്കിൽ 5 ഗ്രാം കുറവ്, അങ്ങനെ എന്തെങ്കിലുമാണ് ജാമ്യം കിട്ടുന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. അതൊക്കെ മാറി ഒരു ഗ്രാം ആണെങ്കിൽ 1 ഗ്രാം കഞ്ചാവ് കൈവശം വയ്ക്കുന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു 6-7 കൊല്ലം ജയിലിടുന്ന രീതിയിലുള്ള നിയമം വരണം. അങ്ങനെ ഒരു നിയമം ഇവിടെ നാട്ടിലില്ലാത്തതിൻ്റെ പ്രശ്നമാണിത്. ഇതിപ്പോൾ കണ്ടില്ല, ഇപ്പോൾ പിന്നെ ഗ്രേസി തോമസ് കോൺഗ്രസ് മുൻ കൗൺസിലറാണ്. ആളെ പാർട്ടി സസ്പെൻഡൊക്കെ ചെയ്തിട്ടുണ്ട്, കാരണം പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ. അത് വേറെ കാര്യം. ഓക്കെ, പക്ഷെ നമ്മളിപ്പോൾ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ലഹരി ഉപയോഗിക്കുന്നത്ര നല്ലതല്ല ഒരിക്കലും. ജീവനും ജീവിതവും നഷ്ടപ്പെട്ടു പോകുകയുള്ളൂ. അപ്പം അതിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർത്തുക. ഏതെങ്കിലും അഡിക്ഷൻ സെൻ്ററിലൊക്കെ പോയിട്ട് നിർത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കുടുംബം നഷ്ടപ്പെടും, വീട്ടുകാരെ നഷ്ടപ്പെടും, കരിയർ നഷ്ടപ്പെടും, ജോലി നഷ്ടപ്പെടും, ഫാമിലി ലൈഫ് നഷ്ടപ്പെടും, ആരോഗ്യം നഷ്ടപ്പെടും. അപ്പം ഒരിക്കലും അത് ഉപയോഗിക്കാനായിട്ട് നിൽക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.